നമസ്കാരം. ഇന്ത്യ പാക് അതിർത്തി വീണ്ടും ശാന്തമായിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി, അതായത് 5 മണിക്ക് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര ലോകത്തെ വിളിച്ചു പറഞ്ഞു. അതായത് ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഇന്ത്യ പാക് വെടിനിർത്തലിലേക്ക് പാകിസ്ഥാൻ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ ഇന്നലെ രാത്രി ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഡ്രോണുകളും അതോടൊപ്പം തന്നെ ഷെൽ ആക്രമണമൊക്കെ ഉണ്ടായി. അത് നമ്മുടെ ഇന്ത്യൻ സൈന്യം ആകാശത്ത് വെച്ച് തന്നെ സാധാരണ പോലെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മൾ കൂടുതൽ ജാഗ്രതയായിട്ട് നിൽക്കുകയാണ്, ഇന്ത്യൻ സൈന്യവും ആർമിയും നേവിയൊക്കെ. കാരണം പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ സ്വഭാവം പിന്നിൽ നിന്നുകൊണ്ട് കുത്തുന്ന ഒരു പ്രവണതയാണ് പാകിസ്ഥാൻ. കാരണം UN തന്നെ ഇന്ത്യ വിളിച്ചു പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. പാൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ 3 ദിവസത്തിലേറെയായി നീണ്ടുനിന്ന സംഘർഷത്തിന് അയവ് വന്നുവെന്നാണ് വിലയിരുത്തൽ. വലിയ സംയമനമാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം രാത്രി പാലിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചത് അമേരിക്കയ്ക്ക് തന്നെ വലിയ നാണക്കേടായി. വെടിനിർത്തൽ പരസ്യമായി പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന്റെ നീക്കത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നാണ് UN ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ വിശേഷിപ്പിച്ചത്. അത് തന്നെയാണ് അവർ ഇന്നലെയും കാണിച്ചത്. പ്രതിഷേധം പാകിസ്ഥാനെ അമേരിക്ക അറിയിച്ചിട്ടുമുണ്ട്. ജമ്മുവിലെ ഉധംപൂർ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്ത ഡ്രോണുകൾ ഇന്ത്യ നിഷ്പ്രയാസം തടഞ്ഞിട്ടുണ്ട്. ഇതിനിടെ ജമ്മുവിലെ ആർഎസ്പുര സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ അതിർത്തി രക്ഷാസേന സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ് വീരമൃത്യു വരിച്ചു. സംഭവത്തിൽ 7 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. സുന്ദർബനി, കലാൽ, കേരി ബഠാൽ, നൌഷേര മേഖലകളിൽ കനത്ത ഷെല്ലിംഗ് നടന്നു. ഇതിന് BSF ശക്തമായ തിരിച്ചടി നൽകി. പിന്നാലെ പാകിസ്ഥാൻ അതോടെ ഒതുങ്ങി. അമേരിക്കയുടെ അടക്കം മധ്യസ്ഥയിലുള്ള വെടിനിർത്തലിന് പാകിസ്ഥാൻ പുല്ലുവിലയാണ് നൽകിയതെന്ന് ഇതോടുകൂടി ലോകങ്ങൾക്ക് മനസ്സിലായി. കാരണം അമേരിക്കയുടെ F-16 അടക്കം ഇന്ത്യ തവിട് പൊടിയാക്കിയപ്പോൾ യുദ്ധം നിർത്തുക എന്നത് അമേരിക്കയുടെയും കൂടി ആവശ്യമാണ്. കൂടാതെ ചൈനയുടെ ഒരു വിലയുമില്ലാത്ത, ഒരു ക്വാളിറ്റിയുമില്ലാത്ത ആയുധങ്ങൾ പാകിസ്ഥാൻ എടുത്ത് പ്രയോഗിച്ചപ്പോൾ പോലും ചൈനയ്ക്ക് അക്ഷരാർത്ഥത്തിൽ നാണക്കേടുണ്ടാക്കി. മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുമായി ഉള്ള ഒരു കരാർ അവർ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്ക അടക്കം ഗൗരവത്തിലെടുത്തു. ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പ്രഖ്യാപിച്ച സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള ഉപരോധ നടപടികളിൽ ഒരു മാറ്റവുമില്ല. അത് ഉപരോധം അങ്ങനെ തന്നെ നിൽക്കുമെന്ന് ഇന്ത്യ ഇന്നലെ വ്യക്തമായി പറഞ്ഞതാണ്. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ ഇന്നലെ വൈകുന്നേരം ഒരു 3:35 നടത്തിയ ടെലിഫോൺ ചർച്ചയിലാണ് വെടിനിർത്തലിന് ധാരണ ഉണ്ടായത്. വെടിനിർത്തൽ വൈകിട്ട് 5 പ്രാബല്യത്തിൽ വന്നതായും കര, കടൽ, ആകാശ മാർഗങ്ങളിലൂടെയുള്ള സൈനിക നടപടികളും വെടിവെപ്പും നിർത്തിവെക്കാൻ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. അനുരഞ്ജന നീക്കങ്ങളിൽ മധ്യസ്ഥ വഹിച്ചെന്ന് അമേരിക്കൻ അവകാശപ്പെട്ടെങ്കിലും 3ാം കക്ഷിയുടെ ഇടപെടൽ ഇല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. വെടിനിർത്തലിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ ഇരുപക്ഷവും മുന്നോട്ട് വെച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇരു ഡയറക്ടർ ജനറൽമാരും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 ചർച്ച നടത്തും. ഈ പ്രഖ്യാപനത്തെ അട്ടിമറിക്കും വിധമാണ് രാത്രി 8 മണിയോടെ വീണ്ടും പാകിസ്ഥാൻ ആക്രമിച്ചത്. ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ വിചാരിച്ചതിലും ഏറെയായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താനെടുത്ത തീരുമാനം എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ സൈനിക നയതന്ത്ര വിജയമായിരുന്നു. ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന കൂട്ടക്കുരുതിയുടെ ഉത്തരവാദികൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. അത് കൃത്യമായി 9 സ്ഥലങ്ങളിൽ ഭീകരവാദികളെ വകവരുത്തി നിറവേറ്റി. അതിനുശേഷം പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിച്ചു. ഇതിനൊപ്പം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കി. അതിനുശേഷം ആണ് ഇപ്പോൾ ചോദിച്ചു വാങ്ങിയ വെടിനിർത്തൽ സ്വന്തം സൈനികരെ കൊണ്ടുപോലും അനുസരിപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ഭരണ നേതൃത്വമാണ് പാകിസ്ഥാനെ കുഴക്കുന്നത്. ഷഹബാസ് ഷെരീഫ് ഭരണകൂടം അംഗീകരിച്ച വെടിനിർത്തൽ കരാർ പാക് മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ തീർപ്പ് കൽപ്പിച്ചിട്ടും രാത്രി ഇന്ത്യൻ അതിർത്തിയിൽ ഉടനീളം ഡ്രോണും ഷെല്ലും ഉപയോഗിച്ച് ആക്രമണം നടന്നു. പാക് സേനയിൽ ഭീകരരുടെ സ്വാധീനം ശക്തമാണെന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്കടക്കം ബോധ്യപ്പെട്ടു. എക്കാലത്തും തീവ്രവാദികളെ ഉപയോഗിച്ചുള്ള നിഴൽ യുദ്ധമായിരുന്നു പാകിസ്ഥാൻ നടത്തിവന്നത്. ഒരു നീണ്ട യുദ്ധം പാക് ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ തീവ്രവാദ ആക്രമണങ്ങൾ വച്ചു പുറപ്പിക്കുകയുമില്ല എന്ന് തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുമുണ്ട്.
കൂടാതെ ഇന്നലെ നടന്നൊരു ചർച്ചയിൽ കേന്ദ്ര സർക്കാർ എടുത്തൊരു നിർണായകമായ ഒരു തീരുമാനമുണ്ടായിരുന്നു. അതായത് തീവ്രവാദികൾ ഇന്ത്യയിൽ വന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയാൽ അത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു നീക്കമായിട്ടേ കാണുള്ളൂ. ആ രീതിയിലൊരു തിരിച്ചടി, ആ രീതിയിലൊരു യുദ്ധമായിട്ടേ നമ്മളത് കാണുള്ളൂ. അങ്ങനത്തെ ഒരു തിരിച്ചടിയായിരിക്കും നമ്മൾ ഇനി കൊടുക്കുക എന്നുള്ള സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇന്ത്യ ഇന്നലെ കൈക്കൊണ്ടത്. അതോടുകൂടിയാണ്, അതിൽ ഭയന്നിട്ടാണ് ഇന്നലെ പാകിസ്ഥാൻ തന്നെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്നത്. കാരണം ഇനി ഏതെങ്കിലും തരത്തിലൊരു ഭീകരവാദ ആക്രമണം ഇന്ത്യക്ക് ഉണ്ടായാൽ അതൊരു യുദ്ധമായി കണ്ട് വീണ്ടും ഇന്ത്യ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. ഇപ്പോൾ തന്നെ വലിയ രീതിയിലൊരു നാശനഷ്ടം പാകിസ്ഥാന് വന്നു. അവരുടെ തന്നെ 6 എയർബേസ് ക്യാമ്പുകളാണ് ഇന്ത്യ തകർത്തത്. പാകിസ്ഥാൻ്റെ നേവി കംപ്ലീറ്റ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. അപ്പോൾ സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നിൽക്കുമ്പോഴും വലിയ രീതിയിൽ വീണ്ടും അവർ തന്നെ പ്രഹരം ചോദിച്ചു വാങ്ങുന്നു. അവരുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ആയുധങ്ങളൊന്നും തന്നെ ഇല്ല. ഉള്ള ആയുധങ്ങൾ തന്നെ ഉപയോഗിക്കാൻ കൊള്ളൂലാത്തൊരവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇനിയും ഇന്ത്യയുമായി ഇട്ട് മുട്ടിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ്റെ ആയുസ്സിന് തന്നെ വലിയ രീതിയിൽ ഒരു ദോഷകരമായി ബാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായി എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമയ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. സ്വാമി ശരണം. പന്തളത്തിനടുത്ത് തുമ്പമൺ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ്. സ്കന്ദ മഹാസത്രം. മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത്. ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ്. അപ്പോ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല. ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. ഈ സത്രത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം. ഈ സത്രത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകൾ. സ്വാമിയെ ശരണമയ്യപ്പ.